കണ്ണൂർ കോർപ്പറേഷൻ പുതിയ മേയറെ തിരഞ്ഞെടുത്ത കൗൺസിൽ യോഗത്തിൽ അരങ്ങേറിയത് അപ്രതീക്ഷിതമായ നാക്കുപിഴയുടെയും രാഷ്ട്രീയ തമാശകളുടെയും രസകരമായ നിമിഷങ്ങളായിരുന്നു. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും പുതിയ മേയർക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ച CPM നേതാവും കൗൺസിലറുമായ VK പ്രകാശിനിയുടെ വാക്കുകളാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയാകുന്നത്. പുതിയ ഭരണസമിതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിനിടയിൽ കണ്ണൂരിന്റെ സമഗ്രമായ വികസനത്തിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്ത പ്രകാശിനിക്ക് നേരിയ നാക്കുപിഴ സംഭവിക്കുകയായിരുന്നു. നീതിപൂർവവും വിവേചനരഹിതവുമായ അഴിമതി ഭരണം കാഴ്ചവെക്കുമ്പോൾ എല്ലാ പിന്തുണയും നൽകുമെന്നായിരുന്നു ഇടതുപക്ഷ കൗൺസിലറുടെ വാക്കുകൾ. അഴിമതിരഹിത ഭരണം എന്ന് ഉദ്ദേശിച്ച സ്ഥാനത്ത് അഴിമതി ഭരണം എന്ന് കടന്നുകൂടിയത് സദസ്സിൽ അല്പനേരം പരിഹസിച്ചവർക്ക് വഴിമാറി. പ്രസംഗം കേട്ടുനിന്ന മുൻ മേയറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ TO മോഹനൻ ഉടൻ തന്നെ പ്രകാശിനിയുടെ ശ്രദ്ധയിൽ ഈ പിശകപ്പെടുത്തിയെങ്കിലും താൻ അഴിമതിരഹിത ഭരണം എന്ന് തന്നെയാണ് പറഞ്ഞതെന്ന ഉറച്ച നിലപാടിലായിരുന്നു അവർ. എന്നാൽ ഈ നാക്കുപിഴ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രചരിക്കുകയും രാഷ്ട്രീയ എതിരാളികൾ അത് ആയുധമാക്കുകയും ചെയ്തു. വാശിയേറിയ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്കൊടുവിൽ കണ്ണൂർ കോർപ്പറേഷൻ മേയറായി കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് T ഇന്ദിര ഔദ്യോഗികമായി തിരഞ്ഞെടുക്കപ്പെട്ടു. പയ്യാമ്പലം ഡിവിഷനിൽ നിന്നുള്ള കൗൺസിലറായ ഇന്ദിരയെ മുസ്ലിം ലീഗിലെ KP താഹിറാണ് മേയർ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. യുവ നേതാവ് റിജിൽ മാക്കുറ്റി ഈ നിർദ്ദേശത്തെ പിന്താങ്ങി. ആകെ 56 അംഗമുള്ള കോർപ്പറേഷനിൽ മികച്ച ഭൂരിപക്ഷത്തോടെയാണ് ഇന്ദിര അധികാരത്തിലെത്തിയത്. തിരഞ്ഞെടുപ്പിൽ ഇന്ദിരയ്ക്ക് 36 വോട്ടുകൾ ലഭിച്ചപ്പോൾ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച VK പ്രകാശിനിക്ക് 15 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. BJP സ്ഥാനാർത്ഥിയെ മത്സരിച്ച അർച്ചന വണ്ടിച്ചാൽ 4 വോട്ടുകൾ നേടി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷവും ഭരണമാറ്റം സംഭവിക്കാത്ത കേരളത്തിലെ ഏക കോർപ്പറേഷൻ എന്ന സവിശേഷത ഇത്തവണയും കണ്ണൂർ നിലനിർത്തി. UDFന്റെ ഉരുക്കുകോട്ടയായി കണ്ണൂർ കോർപ്പറേഷൻ വീണ്ടും മാറുന്ന കാഴ്ചയാണ് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ വ്യക്തമായത്. കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണചരിത്രത്തിൽ UDFന് ലഭിക്കുന്ന വലിയ അംഗീകാരമായാണ് ഈ വിജയത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. നഗരസഭയിലെ കക്ഷിനില പരിശോധിക്കുമ്പോൾ UDFന് 36 സീറ്റുകളുണ്ട്. LDFന് 15 സീറ്റുകളും NDAക്ക് 4 സീറ്റുകളുമാണുള്ളത്. ഒരാൾ സ്വതന്ത്രനായി വിജയിച്ചു. വ്യക്തമായ ഭൂരിപക്ഷമുള്ളതിനാൽ തന്നെ വരും വർഷങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ദിരയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കോർപ്പറേഷന്റെ വികസന കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുമെന്നും ജനങ്ങളുടെ നീതിപൂർവമായ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും സ്ഥാനമേറ്റ ശേഷം മേയർ T ഇന്ദിര പറഞ്ഞു. നഗരത്തിലെ മാലിന്യ നിർമ്മാർജ്ജനം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കായിരിക്കും തന്നെ ഭരണസമിതി പ്രഥമ പരിഗണന നൽകുകയെന്നും അവർ കൂട്ടിച്ചേർത്തു. CPM കൗൺസിലറുടെ നാക്കുപിഴ ഒരു വശത്ത് വലിയ ചിരി പടർത്തുമ്പോഴും ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ക്രിയാത്മകമായ രാഷ്ട്രീയ പോരാട്ടത്തിന് കണ്ണൂർ കോർപ്പറേഷൻ സാക്ഷ്യം വഹിക്കുമെന്നതും ഉറപ്പാണ്. പരാജയപ്പെട്ടെങ്കിലും വികസന കാര്യങ്ങളിൽ ഗുണപരമായ പിന്തുണ നൽകുമെന്ന് പ്രകാശിനി വ്യക്തമാക്കിയത് ജനാധിപത്യപരമായ കീഴ്വഴക്കമായാണ് കണക്കാക്കപ്പെടുന്നത്. മുൻ മേയർ TO മോഹനന്റെ നേതൃത്വത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിരിക്കും ഇന്ദിരയുടെ ഭരണകാലത്തും ഉണ്ടാവുക. വോട്ടെടുപ്പ് വേളയിൽ UDF കൗൺസിലർമാർക്കിടയിൽ പൂർണ്ണമായ ഐക്യം പ്രകടമായിരുന്നു എന്നത് ഭരണപക്ഷത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നു. അതേസമയം പ്രതിപക്ഷ നിരയിൽ വോട്ടുകൾ ചോരാതെ നിലനിർത്താൻ LDFന് സാധിച്ചെങ്കിലും BJPയുടെ വോട്ട് വിഹിതത്തിലെ വർധനവ് ഗൗരവകരമായ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്.